എല്ലാവർക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ എന്താണെന്നറിയോ? ബോട്ടിയാണ്. ബോട്ടിയുടെ ഫ്രൈയും അതിലേക്ക് അടിപൊളി ഒരു മല്ലിയില ചോളം റൈസും കൂടിയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിയാണ് ആ റൈസ് ഇതിലേക്ക് കോംബോ ആയിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ബോട്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്, ബോട്ടി ഫ്രൈ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് റെസിപ്പി കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈസിയാണ്. അപ്പോൾ നമ്മളിന്ന് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാത്തവരാണെങ്കിൽ ബോട്ടി ഫ്രൈ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ബോട്ടി ഫ്രൈ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കുള്ള സ്പെഷ്യൽ റൈസും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കർ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് നമ്മൾ ബോട്ടി കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കല്ലുപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് നമ്മുടെ ബോട്ടി. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജീസൊക്കെ ഞാൻ നേരത്തെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 സവാള, 2 തണ്ട് കറിവേപ്പില, പിന്നെ പച്ചക്കുരുമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 12 ചെറിയ ഉള്ളി. ഇനി ഈ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇഞ്ചി എല്ലാം കൂടി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഈ സവാള ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതായി 2 തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അപ്പോഴേക്കും നമ്മുടെ പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റാക്കി എടുക്കണം. പിന്നെ അതിലേക്കൊരു 1.5 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഉലുവ. ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ബോട്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഉലുവ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. മുളകാണ് നമ്മുടെ ഫ്ലേവറിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പൈസസ് തന്നെ ആയിരിക്കും, ഒരു മീഡിയം സ്പൈസസ് തന്നെ ഉണ്ടാവുക. അപ്പം എന്താ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച്, ഓൾറെഡി ബോട്ടിൽ നിന്ന് വെള്ളം വരും, എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോ 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണോളം അതും 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാകത്തിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വന്നതിന് ശേഷം ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ ബോട്ടി നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങ് വെന്ത് വരുന്നുണ്ട്. അപ്പോഴേക്കും ഇതിലേക്കുള്ള റൈസും കൂടി നമുക്ക് റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഓളം ഏകദേശം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2-2.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഇനി ഇത്രയും സ്പൈസസ് റെഡിയാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി കനം കുറഞ്ഞരിഞ്ഞത്, ഇഞ്ചി കനം കുറഞ്ഞരിഞ്ഞത്, പിന്നെ നമ്മുടെ സ്പൈസസ് കരാമ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫ്, വയനയിലയില്ലേ, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ സവാള ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞത്. ആദ്യം തന്നെ ഈ സൺഫ്ലവർ ഓയിൽ ചൂടായതിനു ശേഷം നമ്മുടെ വയനയില ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കുരുമുളകും ഏലക്കായും പട്ടയും ഗ്രാമ്പും എല്ലാം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ച് അരിഞ്ഞതും, ഇഞ്ചി ഒരു ചെറിയ പീസ്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പീസാണ്, അത് കനം കുറഞ്ഞരിഞ്ഞതും, പിന്നെ ഈ വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് കണ്ണാടി പരുവത്തിലൊന്ന് മൂത്ത് വരണം. വലിയുള്ളി കരിയാനും പാടില്ല, എന്നാലും ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാക്കണം. ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ. അതപ്പോഴേക്കും റെഡിയാക്കി എടുക്കും. ഞാൻ ബിരിയാണി ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്.
അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. ഞാനിത് ഒരു തേങ്ങയുടെ മുഴുവനായിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ അരി എത്രയാണോ എടുക്കുന്നത് ആ ഒരു ബൗളിൽ തന്നെ കറക്റ്റായിട്ട് തേങ്ങാപ്പാൽ എടുക്കണം. ഒരു ബൗൾ അരിയാണെന്നുണ്ടെങ്കിൽ 2 ബൗൾ തേങ്ങാപ്പാൽ എന്ന തോതിലാണ് നമ്മൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം തന്നെ അരി മെഷർമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൗൾ അരിയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അരി നേരത്തെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ അതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ചുരുക്കിയിട്ട് നമ്മളൊന്ന് ബാക്കിയുള്ള സ്പൈസസ് റെഡിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരി ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിൽ ഒരു ബൗൾ അരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ അരിക്ക് 2 കപ്പ് എന്ന തോതിൽ തേങ്ങാപ്പാൽ എടുക്കുക. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ബൗൾ തേങ്ങാപ്പാൽ ആദ്യം എടുക്കുക. എന്നിട്ട് നന്നായി വാടി വന്നിട്ടുള്ള നമ്മളെ സവാളയും ഈ സ്പൈസസും ഇല്ലേ അതിലേക്ക് നേരെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 2 കപ്പ് തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മുടെ ബിരിയാണി പോട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അളന്ന് വെച്ച ഈ അരിയില്ലേ അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അരി നന്നായി കഴുകിയെടുത്തതിന് ശേഷം അപ്പോഴേക്കും ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകമാണോ നോക്കുക. അതിനുശേഷം നമ്മൾ കഴുകി റെഡിയാക്കിയെടുത്ത ഈ ബിരിയാണി അരിയില്ലേ അത് ഇതിലേക്ക് നമ്മുടെ പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നെയ്ച്ചോറ് വറ്റിച്ചെടുക്കില്ലേ അതുപോലെ 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളത് വറ്റിച്ചെടുക്കണം. ഇത് ഏകദേശം 3/4 സമയം വേവാകുമ്പോഴേക്കും 20 മിനിറ്റിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇതിലേക്ക് മുകളിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സ്വീറ്റ് കോണില്ലേ സ്വീറ്റ് കോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. സ്വീറ്റ് കോണാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് ചോളം അടർത്തിയെടുക്കുക. എന്നിട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ. ഏകദേശം അരി നന്നായിട്ട് ചോറ് വെന്ത് വരണം. അപ്പം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ഭാഗം വേവായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം ചോളല്ലേ അതുണ്ടെന്ന് അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് 20 മിനിറ്റ് ഏകദേശം ആകുമ്പോഴേക്കും ചോറ് നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ഈ ചോറുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനമായിട്ട് ഫൈനലായിട്ട് മല്ലിയില ഇതിന് മുകളിലൊന്ന് വെതറി കൊടുക്കുക. അടച്ചു വെച്ച് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മല്ലിയില ചോളം റൈസ് റെഡി. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബോട്ടി മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുവക്കുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ചെറിയ ഉള്ളിയുടെ മൂപ്പിച്ച ഒരു ടേസ്റ്റ് വരുമ്പോഴാട്ടോ ബോട്ടിക്ക് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടി. ആ ബോട്ടി ഫ്രൈയും ബോട്ടി തീരെ ഗ്രേവി ഇല്ലാതെ നല്ല മൊരിച്ചെടുത്താൽ അതിലും ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റൈസിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു ഗ്രേവി ടൈപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരും. അപ്പോൾ ചെറിയ ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കൈപ്പിടി കറിവേപ്പില കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഈ കറിവേപ്പില ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബോട്ടിയില്ലേ അതിലേക്ക് ആവശ്യാനുസരണം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബോട്ടി ഫ്രൈ റെഡിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, ബോട്ടിയുടെ ഫ്രൈ വീഡിയോ. അപ്പോൾ അതും കൂടി പോയി കണ്ടു നോക്കുക. വല്ല ഉണ്ടാക്കാൻ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ബോട്ടി ഫ്രൈ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള സ്പൈസസും ഉണ്ട്. നല്ല
വെന്തുടഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി ഫ്രൈയും റൈസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചിന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ചോളം മലയില റൈസാണ്. അതും അതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി ഫ്രൈയും. അപ്പോൾ അടിപൊളി ടേസ്റ്റി അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ബോട്ടി പ്രത്യേകിച്ച് ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഗ്രേവി ടൈപ്പ് ആയപ്പോൾ അടിപൊളി, നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട് അസ്ന സക്കീർ.